വീണ്ടും ഒരു വെടിനിർത്തലിന് പ്രതീക്ഷിക്കാവോ? ഒരു തരത്തിലുള്ള വെടിനിർത്തലും പ്രതീക്ഷിക്കേണ്ട. ട്രംപ് ഒരു ഭ്രാന്തനെ പോലെ ഇനിയും എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുകയാണ്. പലതവണ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പലതും വിളിച്ചു പറയുന്ന ഒരു കിഴങ്ങേശ്വരനായ ഭരണാധികാരി എന്ന നിലയിലേക്ക് അമേരിക്കൻ ജനതയും ട്രംപിനെ കാണുന്നുണ്ട്. ഇറാൻ ഇസ്ലാമിക രാജ്യമാണത് തൊലയണം, അവിടെ മതഭ്രാന്താണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഘമിത്രങ്ങൾ ഉണ്ടായിരുന്നു നമുക്കിടയിൽ. ഈ തിരുമണ്ടന്മാരൊക്കെ ഇപ്പോൾ കൂടിയ വിലയ്ക്ക് പെട്രോളും ഡീസലും അടിച്ച് പ്രാഗിക്കൊണ്ട് നടക്കാണ് ജീവിതത്തെ. അല്ല, ഈ ഇസ്രയേൽ ഇപ്പോൾ എന്തായാലും ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അല്ല, ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോഴും ഇസ്രായേൽ യുദ്ധത്തിന് വന്നില്ലെങ്കിലും ഇറാന്റെ പ്രൈമറി ടാർഗറ്റ് ഇസ്രായേൽ തന്നെയാണ്. അത് ഇറാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഇതിപ്പം പശ്ചിമേഷ്യ വീണ്ടും ഭീതിപ്പെടുത്തിയിരിക്കുകയാണ്. തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആക്രമണമാണ് നടക്കുന്നത്. എന്താണ് ഇപ്പം ഈ ഒരു ആക്രമണം നടക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു ഗതി വെച്ചിട്ട് എന്തായിരിക്കും പശ്ചിമേഷ്യയുടെ ഒരു ഭാവി? പശ്ചിമേഷ്യയുടെ ഭാവി ദുഃഖകരമായിരിക്കും, അതീവ ഗുരുതരമായിരിക്കും. ഗൾഫ് മേഖല, ഇന്ത്യ ഉൾപ്പെടുന്ന പല രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന പശ്ചിമേഷ്യയിൽ വിലക്കയറ്റവും ദുരന്തങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദുരന്തമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അതിഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്കിൽ കെട്ടിക്കിടക്കുന്ന കപ്പലുകൾ അത് എങ്ങനെ എങ്ങോട്ട് എപ്പോൾ നീങ്ങുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. ട്രംപ് ഒരു ഭ്രാന്തനെ പോലെ ഇനിയും എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുകയാണ്. പലതവണ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പലതും വിളിച്ചു പറയുന്ന ഒരു കിഴങ്ങേശ്വരനായ ഭരണാധികാരി എന്ന നിലയിലേക്ക് അമേരിക്കൻ ജനതയും ട്രംപിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മണ്ടൻ ചെയ്തു കൂട്ടുന്നതിനൊക്കെ അനുഭവിക്കുന്നത് നമ്മളെല്ലാവരുമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ട്രംപിനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണം എന്ന നിലയിലേക്ക് വലിയ തോതിലൊരു ലോകവ്യാപകമായൊരു ക്യാമ്പയിൻ തന്നെ വളർന്നു വരുന്നുണ്ട്. കാരണം ട്രംപിനെ പോലൊരു തിരുമണ്ടനെ അധികാരത്തിലേറ്റിയതിൻ്റെ കുഴപ്പങ്ങൾ അമേരിക്കൻ ജനത അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇപ്പോൾ ദാ വീണ്ടും ഇയാൾ കാരണം ഈ ലോകം മുഴുവൻ നരകിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ നോക്കുക, ഇറാനെ തകർക്കും എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ വിവരമുള്ളവർ പറഞ്ഞു, ഇപ്പം നമ്മളടക്കം ചർച്ചയിൽ അന്നേ പറഞ്ഞു ട്രംപ് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്ന്. അന്ന് നമുക്കിടയിലുള്ള കുറേ വർഗീയ വിഡ്ഢികളായിട്ടുള്ളവന്മാർ പറഞ്ഞു ഇറാൻ ഇസ്ലാമിക രാജ്യമാണത് തൊലയണം, അവിടെ മതഭ്രാന്താണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഘമിത്രങ്ങൾ ഉണ്ടായിരുന്നു നമുക്കിടയിൽ. ഈ തിരുമണ്ടന്മാരൊക്കെ ഇപ്പോൾ കൂടിയ വിലയ്ക്ക് പെട്രോളും ഡീസലും അടിച്ച് പ്രാഗിക്കൊണ്ട് നടക്കാണ് ജീവിതത്തെ. ഇവന്മാർ കുറേ എണ്ണം ഗൾഫിലുണ്ട്. ഇവന്മാർ അവിടെ ഇരുന്നിട്ട് ഫേക്ക് ഐഡിയകളിലും മറ്റുമൊക്കെ വന്നിട്ട് ഈ പറയുന്ന പോലെ ഇറാൻ നശിക്കണം, ഇറാൻ തകരണം, ഇറാൻ ഗൾഫ് മേഖലയെ തകർക്കുന്നു, അതുകൊണ്ട് ഇറാൻ തകരണം എന്നൊക്കെ കുറച്ച് വലിയ വായിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ പൊട്ടന്മാർക്കറിയില്ല ഇവരുടെ ജീവിതം തകരാൻ പോവുകയാണ്. അതായത് അമേരിക്കയ്ക്ക് ജയ് വിളിച്ച് ഇറാനെ തള്ളിപ്പറഞ്ഞ് ഈ യുദ്ധം നടക്കട്ടെ, ഇറാൻ തകരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നവരൊക്കെ അവർ മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന കാലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഗൾഫ് മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പതിയെ പതിയെ വർദ്ധിക്കും. സാമ്പത്തികമായി ഞെരുക്കം പലരും അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രതിദിന ബജറ്റിൽ പോലും ഓരോ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രതിദിനം ഉണ്ടാകുന്ന ചെലവുകൾ അവൻ പോലും അറിയാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സാധനങ്ങൾക്കും നമ്മൾ അറിയാതെ വില കൂടുന്നുണ്ട്. പല സാധനങ്ങളും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പല കമ്പനികളുടെയും പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്തത് കൊണ്ട് വാഹന വിപണിയിലടക്കം പതിയെ പതിയെ മാന്ദ്യം ഉണ്ടായേക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പല ഡീലർമാരും ബുക്ക് ചെയ്യുന്ന വാഹനം കിട്ടാൻ ഇനിയും കുറേ നാൾ കഴിയും കേട്ടോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ വലിയ ജീവിതം സ്വപ്നം കണ്ടുപോയ പലരും പതിയെ പതിയെ പിന്തിരിഞ്ഞു വരികയോ കുടുംബാംഗങ്ങളെയൊക്കെ തിരികെ നാട്ടിലേക്ക് അയക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം ഇനിയും രൂക്ഷമാകാനുള്ള സകല സാധ്യതകളും തെളിയുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു സമാധാന ശ്രമം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം കൊണ്ട് ഏറ്റവും അധികം നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ട്രംപ് തന്നെയായിരിക്കും. ട്രംപും നെതന്യാഹുവും കരയുന്ന കാലം അല്ലെങ്കിൽ വലിയ തിരിച്ചടി അവരെ തേടി എത്തുന്ന കാലം വിദൂരമല്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം രൂക്ഷമാകും തോറും അവർക്കുള്ള തിരിച്ചടികളും വർദ്ധിക്കുമെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ട്രംപിനെയും നെതന്യാഹുവിനെയും എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ നിന്ന് കത്തുന്നത് കാണേണ്ടി വരും.
ഹോർമുസ് കടലിടുക്കിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സമീപമൊക്കെ അമേരിക്കയുടെ പടക്കപ്പലുകൾ ഉണ്ടെന്ന് പറയുന്നു. അതുണ്ടെങ്കിൽ അതെല്ലാം കത്തും, അതെല്ലാം മുങ്ങും. അല്ല, ഈ ഇസ്രയേൽ ഇപ്പോൾ എന്തായാലും ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അല്ല, ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോഴും ഇസ്രായേൽ യുദ്ധത്തിന് വന്നില്ലെങ്കിലും ഇറാന്റെ പ്രൈമറി ടാർഗറ്റ് ഇസ്രായേൽ തന്നെയാണ്. അത് ഇറാൻ ഇപ്പോഴും പറയുന്നുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ അത്തരം യോഗങ്ങളിലൊക്കെയും ഇറാൻ എപ്പോഴും പറയുന്നത് ഈ യുദ്ധത്തിന് കാരണക്കാർ നമ്മുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചതിന് പിന്നിൽ യുവന്മാരാണ്, ഇസ്രായേലാണ്. സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം രൂക്ഷമാവുകയും നമ്മൾ അതിശക്തമായി സർവ്വസന്നാഹവുമായി തിരിച്ചടിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൈമറി ഹിറ്റ് ലിസ്റ്റിലുള്ളത് ഇസ്രായേൽ തന്നെയാണെന്ന് ഇറാൻ പറയുന്നുണ്ട്. കാരണം ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഇറാനെ തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവരുടെ പരമോന്നത നേതാവിനെ അടക്കം ഇല്ലാതാക്കിയത് ആരാണ്? അത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ പക ഇസ്രായേലിനോടുണ്ട്. അപ്പോൾ യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ ഇസ്രായേൽ ഒന്നും ചെയ്തില്ലെങ്കിലും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ ഒരു വെടിനിർത്തലിന് പ്രതീക്ഷിക്കാം. ഒരു തരത്തിലുള്ള വെടിനിർത്തലും പ്രതീക്ഷിക്കേണ്ട. ഇറാന്റെ ഭാഗത്തു നിന്നല്ല, അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. കാരണം അമേരിക്ക ഇത്രയും ആക്രമണം നടത്തുമ്പോഴും വലിയ നഷ്ടവും അവരുടെ സൈനികർ കുറയുന്നതും അതുപോലെ തന്നെ അവരുടെ ബലസ്റ്റിക് മിസൈലുകളായാലും ഈ പറയുന്ന അവരുടെ ആയുധശേഖരം വളരെ കുറയുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സിറ്റി തന്നെ ഉണ്ട് ആയുധത്തിന്റെ. അപ്പം ഇനി അങ്ങോട്ടേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ ട്രംപിന്റെ എപ്പോഴും ഉള്ളൊരു സ്വഭാവം ആണ് ഒരു 2-3 ദിവസം വെടിവെച്ച് അങ്ങോട്ട് ആക്രമണം നടത്തിയതിനു ശേഷം പിന്നീട് റെസ്റ്റ്, വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു സ്വഭാവം. മാത്രമല്ല ഈ മിനിറ്റുകൾക്കുള്ളിൽ പിന്മാറുന്ന ഒരു സ്വഭാവം. അപ്പോൾ വീണ്ടും ഈ ഇറാൻ ആക്രമണം തുടങ്ങുന്ന ഈ ഒരു സമയത്ത് തന്നെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ വെടിനിർത്തൽ സാധ്യത കാണുമോ? അല്ല, ട്രംപ് വെടിനിർത്തിയാലും ഇറാൻ അത് സമ്മതിക്കില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇനി വേണ്ടത് സമ്പൂർണ്ണമായ പരിരക്ഷയാണ്. അതായത് ഇറാൻ്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം, ഇറാൻ്റെ സ്വത്തുവകകൾ ഇനി വേട്ടയാടപ്പെടരുത്, ഇറാൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയ കുറേ പണവും മുതലൊക്കെ ഉണ്ട്, അത് അമേരിക്ക തിരിച്ചു തരണം, നഷ്ടപരിഹാരം തരണം, ഇനി മേലാൽ ഇറാൻ്റെ ആണവ കാര്യങ്ങളിലോ ഇറാൻ്റെ മിസൈലുകളുടെ കാര്യത്തിലോ ഇടപെടരുത്. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇറാൻ്റേതായിട്ടുണ്ട്. ഇത് അംഗീകരിക്കാതെ അമേരിക്കയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചു എന്ന് കരുതുക, ഹോർമുസ് വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാകില്ല. ഇറാൻ അപ്പോഴും ഇനി ഇറാൻ്റെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്. ഇറാൻ ആ നഷ്ടപരിഹാരം നേടിയെടുക്കാതെ, അമേരിക്കയെ കൊണ്ട് ഇറാനെ അംഗീകരിപ്പിക്കാതെ, ഇറാൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഇറാൻ പിന്നോട്ട് പോകില്ല. ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ ഇനി പിന്മാറാൻ തയ്യാറല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഞങ്ങളുടെ കാര്യങ്ങൾ നേടണം. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറാനെ തള്ളിയിട്ടത് അമേരിക്കയാണ്. അവരുടെ കാര്യം നോക്കി പോയ രാജ്യമാണ്. അവരുടെ പിറകെ നടന്ന് ചൊറിഞ്ഞ് അടി മേടിച്ച് ഇപ്പോൾ ദാ കയ്യാലപ്പുറത്തിരുന്നിട്ട് അമേരിക്ക പറയുകയാണ് ഞങ്ങൾ യുദ്ധം നിർത്തുമെന്ന്. ഇറാൻ സമ്മതിക്കില്ല. ഇറാനെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഹോർമുസിൻ്റെ പരിപൂർണ നിയന്ത്രണമെങ്കിലും ഇറാന് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തന്നെ അതിലേ പോകുന്ന കപ്പലുകൾ ഇറാന് പണം കൊടുക്കണം, ടോൾ കൊടുക്കണം, വലിയ സംഖ്യയായിരിക്കും. അത് മതി ഇറാൻ രക്ഷപ്പെടാൻ. അതായത് അമേരിക്ക ഒരു വശത്ത് നിരന്തരമായ ഉപരോധത്തിലൂടെ ഇറാനെ മൂലക്കിരുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇറാൻ്റെ എണ്ണ പുറത്തു വിൽക്കാൻ കഴിയാത്ത സാഹചര്യം, ഇറാനിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്താത്ത സാഹചര്യം, ഇറാനിൽ ക്ഷാമം ഉണ്ടാകുന്നു, മാന്ദ്യമുണ്ടാക്കുന്നു, പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അങ്ങനെ പലതരത്തിൽ അമേരിക്ക ഇറാനെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇത്തരത്തിൽ ഒരു ടോൾ സമ്പ്രദായം വന്നാൽ ഇറാൻ രക്ഷപ്പെടും. ഇറാന് സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാകും. എന്ന് മാത്രമല്ല, അങ്ങനെ ഹോർമുസ് കടലെടുക്ക് ഇറാൻ്റെ കാൽക്കീഴിൽ വന്നാൽ, അല്ലെങ്കിൽ ഇറാൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിൽ വന്നാൽ, സ്വാഭാവികമായും പല കാര്യങ്ങളിലും ഇറാൻ പറയുന്നത് നടക്കും. അതായത് ഇറാനെതിരായ ഉപരോധം അമേരിക്ക പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അമേരിക്ക പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആത്യന്തികമായിട്ടത് ഇറാന് വലിയ നേട്ടമായിരിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അതിരൂക്ഷമാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനുമായൊരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടില്ല, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഇപ്പോൾ ഏർപ്പെടാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ഞങ്ങൾ പറയുന്നതൊന്നും ഇറാൻ അനുസരിക്കുന്നില്ല. ഇതാണ് ട്രംപിൻ്റെ വാദം. ഈ ട്രംപ് പറയുന്ന വാദം എന്താണ്? ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന അവരുടെ ആയുധങ്ങൾ, ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ആയിരക്കണക്കിന് വരുന്ന മിസൈലുകളും ഡ്രോണുകളുമൊക്കെ അവിടെ ഉപേക്ഷിക്കുക. അപ്പോൾ ആ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ഒറ്റയടിക്ക് ഉപേക്ഷിക്കണം. ആ രാജ്യം എന്നിട്ട് അമേരിക്കയ്ക്ക് കീഴ്പ്പെടണം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. അതുപോലെ തന്നെ അവരുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കുന്ന ആണവോർജ്ജം അത് എങ്ങനെയാണ് പൂർണ്ണമായി തങ്ങൾക്ക് തരണം, അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് അമേരിക്കയ്ക്ക് പറയാൻ സാധിക്കുക?
ആണവരാജ്യമായ അമേരിക്ക എങ്ങനെയാണ് അങ്ങനെ നിലപാടെടുക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോയിന്റിലാണ് ഇപ്പോഴും ഈ തർക്കങ്ങൾ നിൽക്കുന്നത്. ഇത്ര കാലമായിട്ടത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് വീണ്ടും രണ്ടു കൂട്ടരും തമ്മിൽ അടി തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി ഒട്ട് അത് പരിഹരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അമേരിക്ക നിരുപാധികം പിന്മാറും, അതായത് ഇറാൻ പറഞ്ഞതിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കും. ഗൾഫ് രാജ്യങ്ങളുടെ അത്രയും വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം രൂക്ഷമാകും, ഇറാൻ കയറി അടിക്കും, അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇസ്രായേലിലേക്ക് അടി കിട്ടും. അതുപോലെ അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ ഇതുവരെ ചെയ്തു കൂട്ടിയതിനൊക്കെ ചേർത്ത് ഭീകരമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തും. കാരണം അത്രയും ആയുധശേഖരം ഇറാൻ്റെ പക്കലുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന CNN റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇനി ഇറാനെ പ്രകോപിപ്പിച്ചാൽ അത് വല്ലാത്ത തീക്കളിയായി പോകും. ആ തീക്കളിയിലേക്കാണ് ട്രംപ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയാൽ ട്രംപിൻ്റെ നാശത്തിലേക്കായിരിക്കും അത് എത്തിച്ചേരുക.